4-5 ദിവസത്തെ വർക്കിന് ശേഷമായിരിക്കും കേട്ടോ നമുക്കൊരു ബ്രൈഡൽ ഡ്രസ്സൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു കസ്റ്റമർ ഒരു ഓർഡർ തരുന്നത് മുതൽ അത് ഫിനിഷിങ് ആവണ വരെയുള്ള ഒരു പ്രോസസ്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ കസ്റ്റമർ കൊണ്ട് തന്നതാണ്. റണ്ണിങ് മെറ്റീരിയൽ ആണ് കേട്ടോ. റെഡി ടു കട്ടായിട്ടുള്ള പാനൽ കട്ട് സ്കേർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. അവരത് ഡൈ ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ വൈറ്റ് കളറിലാണ് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ കിട്ടുക. അത് റാണി പിങ്ക് ഷെയ്ഡിലോട്ട് നമ്മൾ ഡൈ ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർദോസി കട്ട് ബീഡും യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇമേജ് ഞാൻ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ അതുപോലെയാണ് അതിൻ്റെ റോ ലുക്ക് ഇരിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഒരു ചെറിയൊരു സ്കേർട്ടും ടോപ്പാണ് അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ വർക്കൊക്കെ ആണെങ്കിൽ നമ്മളത് സ്കെച്ച് ചെയ്ത് വെക്കാറുണ്ട്. ബ്രൈഡിൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യണത്. അപ്പോൾ സ്ലീവ്ലെസ് ടോപ്പാണ്, പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ മെഷർമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഹാൻഡ് വർക്കിന് വേണ്ടിയിട്ട് കട്ടിങ് മാഷിൻ്റെ മാർക്ക് ചെയ്യാൻ കൊടുക്കും. അതിന് ശേഷം അവർ ഈ ഫ്രെയിമിൽ നമ്മൾ കെട്ടിയിട്ടാണ് ഹാൻഡ് വർക്കൊക്കെ ചെയ്തെടുക്കുക. അത്യാവശ്യം ഹെവി വർക്ക്സ് ഒക്കെയാണ് അവർ ചെയ്യണമെങ്കിൽ നമ്മളതിൽ ചാപ്പ ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ട്രേസിങ് പേപ്പറിലൊക്കെ നമ്മൾ വരച്ചിട്ട് അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ട്രേസ് ചെയ്തെടുത്തിട്ട് ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇല്ല സിമ്പിൾ ഡിസൈനൊക്കെ ആണെങ്കിൽ അവർക്ക് ചാപ്പ ഡിസൈനിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഹാൻഡ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മാർക്കിങ്ങിൻ്റെ ടൈമിങ്ങിൽ തന്നെ നമ്മുടെ ലൈനിങ് എല്ലാം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടാവും. വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ മെയിൻ മെറ്റീരിയൽ ആയിട്ടുള്ള ടോപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ റെഡി ടു കട്ട് ആയിട്ടുള്ള ഒരു പാനൽ കട്ട് റണ്ണിങ് മെറ്റീരിയലൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിങ്ങിനായാലും കട്ടിങ്ങിനായാലും ടൈം എടുക്കും കേട്ടോ. കാരണം അവരുടെ ആ ഒരു ഡിസൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊടിക്ക് കയറ്റിറക്കം വന്നാൽ പോലും അത് നമ്മുടെ ആ ഒരു ഗാർമെൻറ്റിൻ്റെ ഫുൾ ഫിനിഷിങ് ലുക്കിനെ തന്നെ ബാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴായാലും കട്ട് ചെയ്യുമ്പോഴായാലും അത്യാവശ്യം കൂടുതൽ ടൈം എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇതേ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു ഹെംലൈനിൽ ഞാൻ ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മളൊരു ചെറിയ ഹാങ്ങിങ്സ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ അത്യാവശ്യം എല്ലാ ഡ്രസ്സുകളിലും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഹാങ്ങിങ്സ്. നല്ല രസമാണ് കേട്ടോ ഇത്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട്. ഞാൻ സ്വീറ്റ് ഹാർട്ട് നെക്കാണ് നമ്മുടെ ടോപ്പിന് വേണ്ടിയിട്ട് കൊടുത്തേണത്. അതിൽ ചെറിയൊരു ഫ്ലോറൽ ഹാൻഡ് വർക്ക് ഡിസൈനാണ് കൊടുത്തേണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.